ഞങ്ങൾ ഇന്നൊരാളെ കാണാൻ വേണ്ടിട്ട് പോസ്റ്റ് ആയിട്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ലാലിയണ്ണന്റെ സ്ലോ മോഷനുള്ള എൻട്രി. ചുറ്റുപാട് നടക്കുന്ന ഒരുക്കങ്ങൾ കണ്ടപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ ഇന്ന് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുടെ എൻട്രിക്കുള്ള സമയമായി. നമ്മൾ മാത്രമല്ല, കുറെ അപ്പൂവന്മാരും നാട്ടുകാരും പ്രായഭേദമന്യേ എല്ലാവരും അയാളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ പാർട്ടി പേപ്പർ പൊട്ടിക്കാനുള്ള പയ്യന്മാരും കൂടെ എത്തിയപ്പോൾ സംഭവം കുറച്ചും കൂടെ കളറായി. പിന്നെ അങ്ങോട്ട് നമ്മുടെ തിരുവനന്തപുരത്തെ കുട്ടിക്കൊമ്പന്മാരുടെ എൻട്രി ആയിരുന്നു. തിരുവനന്തപുരത്തെ ഒരുവിധപ്പെട്ട എല്ലാ കുട്ടിക്കൊമ്പന്മാരും ഈ എൻട്രിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മുടെ കുട്ടിക്കൊമ്പന്മാരുടെ ഷോ ഓഫ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ആ സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ചേർത്തല കോലത്തെ രാജാവിന്റെ എഴുന്നള്ളത്, ദശാവതാറിന്റെ എഴുന്നള്ളതുണ്ടല്ലോ, അത് നമ്മളിങ്ങനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. പ്രത്യേകിച്ച് ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഒരു ബസിന്റെ മറവിലൂടെ നമ്മുടെ ദശാവതാർ ഇങ്ങനെ വരുന്ന വരവുണ്ടല്ലോ, പറഞ്ഞ രോമാഞ്ചിഫിക്കേഷൻ മൂടായിരുന്നത്. ഒരു സിനിമാ താരത്തിന് പോലും കിട്ടാത്ത എൻട്രിയാണ് ഒന്നസിന്റെ വണ്ടിക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് കിട്ടിയത്. ഈ എൻട്രിയുടെ സമയത്ത് കിലോമീറ്റർ കണക്കെയാണ് വണ്ടികളെല്ലാം ബ്ലോക്കായി കിടന്നത്. ബ്ലോക്കിൽ കിടന്നവർ പോലും കണ്ണെടുക്കാതെ കണ്ടുകൊണ്ടിരുന്ന കാഴ്ച ഉണ്ടല്ലോ, അതാണ് ദശാവതാറിന്റെ എൻട്രി. ദശാവതാറിന്റെ നെയിം ബോർഡാണ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. എന്റെ പൊന്നെ വേറെ ലെവൽ ഐറ്റം. ഇപ്പോഴാണ് ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് നമ്മുടെ വൈൽഡ് മുതലാളി മുടിയനെ സ്പോട്ട് ചെയ്തത്. ആളെ കാണുന്നത് പോലെ തന്നെ പിഞ്ചു മനസ്സിന്റെ ഉടമയാണെന്ന് പറയാൻ പറഞ്ഞു. നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു ഒന്നസിന്റെ ദശാവതാറിന്റെ എൻട്രിക്ക് സാക്ഷ്യം വഹിച്ചു. എൻട്രി എല്ലാം കഴിഞ്ഞ് ബ്ലോക്ക് എല്ലാം മാറ്റി നമ്മുടെ ചെറുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. ഞാനും ചേട്ടനും കൂടെ സ്കൂട്ടർ എടുത്ത് പിന്നാലെ തന്നെ വെച്ച് പിടിച്ചു. പിന്നെ അങ്ങോട്ടൊരു ഗ്രൗണ്ടിൽ പോയി കിടന്ന് വില്ലന്റെ ഷോ. തിരുവനന്തപുരത്തെ വണ്ടിഭ്രാന്തന്മാരുടെ ആഘോഷം തന്നെയായിരുന്നു ഈ രാത്രിയിൽ ഇവിടെ നടന്നത്. തിരുവനന്തപുരം സുമ്മാവാ.